യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹനായ ലോഗോസ് ബൈബിൾ ക്വിസ് 2026 റൂത്തിൻ്റെ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് 53 ചോദ്യോത്തരങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത്. ന്യായാധിപന്മാരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്. ചോദ്യം 2. നവോമിയുടെ പുത്രന്മാരുടെ പേരെന്താണ്? ഉത്തരം: മഹ്ലോൻ, കിലിയോൻ. മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 3. ആരാണ് മൊവാബിൽ താമസമാക്കിയ യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ? ഉത്തരം: എലിമേലെക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിലിയോനും. ചോദ്യം 4. ആരാണ് ഓർഫായും റൂത്തും? ഉത്തരം: നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത മൊവാബ്യ സ്ത്രീകൾ. നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത മൊവാബ്യ സ്ത്രീകളാണ് ഓർഫായും റൂത്തും. ചോദ്യം 5. എപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം: കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. എന്തുകൊണ്ടാണ് നവോമി റൂത്തിനെ തിരികെ പോകാൻ നിർബന്ധിക്കാതിരുന്നത്? ഉത്തരം: അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് കണ്ടതുകൊണ്ട്. അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ചോദ്യം 7. എപ്പോഴാണ് നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം: ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ്. ചോദ്യം 8. എന്തുകൊണ്ടാണ് എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് നവോമി പറയുവാൻ കാരണം? ഉത്തരം: സർവശക്തൻ തന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ട്. ചോദ്യം 9. റൂത്ത് ആരുടെ വയലിലാണ് എത്തിച്ചേർന്നത്? ഉത്തരം: എലിമേലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 10. ബെത്ലഹേമിൽ നിന്ന് വന്ന ബോവാസ് എങ്ങനെയാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം: കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ്. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്. ചോദ്യം 11. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു എന്ന് റൂത്ത് എങ്ങനെയാണ് ബോവാസിനോട് ചോദിച്ചത്? ഉത്തരം: സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 12. നിന്റെ പ്രവൃത്തികൾക്ക് ആര് പ്രതിഫലം നൽകുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: കർത്താവ്. ചോദ്യം 13. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ചോദ്യം 14. എങ്ങനെ അപ്പം ഭക്ഷിച്ചുകൊള്ളൂ എന്നാണ് ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: വീഞ്ഞിൽ മുക്കി. ചോദ്യം 15. ആരോടൊപ്പം ഇരുന്നാണ് റൂത്ത് ഭക്ഷണം കഴിച്ചത്? ഉത്തരം: കൊയ്ത്തുകാരോടുകൂടെ. കൊയ്ത്തുകാരോടുകൂടെ. ചോദ്യം 16. സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ എത്ര ഏഫ ബാർലിയാണ് കിട്ടിയത്? ഉത്തരം: ഏകദേശം 1 ഏഫ. ഏകദേശം 1 ഏഫ ബാർലി. അടുത്ത ചോദ്യം. കാലാപെറുക്കി മെതിച്ചപ്പോൾ കിട്ടിയ ഏകദേശം 1 ഏഫ ബാർലിയുമായി റൂത്ത് എവിടേക്കാണ് പോയത്? ഉത്തരം: നഗരത്തിലേക്ക്. റൂത്ത് അമ്മായിയമ്മയ്ക്ക് കൊടുത്തത് എന്താണ്? ഉത്തരം: ബാക്കി വന്ന ആഹാരം. ബോവാസിനെ ആരനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത്? ഉത്തരം: ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ്. റൂത്ത് എപ്പോൾ വരെയാണ് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയത്? ഉത്തരം: ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. റൂത്ത് 3:1 നവോമി റൂത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഉത്തരം: മകളെ. മകളെ എന്നാണ് വിളിക്കുന്നത്. തൻ്റെ കടമ എന്താണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ റൂത്തിനെ പ്രവേശിപ്പിക്കുക എന്നത്. ചോദ്യം 23. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് വരുന്ന ബോവാസ് എപ്പോൾ വരെ റൂത്തിനെ തിരിച്ചറിയാൻ ഇടയാകരുതെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം: അമ്മായിയമ്മ പറഞ്ഞതുപോലെ. അമ്മായിയമ്മ പറഞ്ഞതുപോലെയാണ് മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് പ്രവർത്തിച്ചത്.
ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ എവിടെ കിടന്നാണ് ബോവാസ് ഉറങ്ങിയത്? ഉത്തരം, ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകയാൽ എന്തു ചെയ്യുക എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം, അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ചോദ്യം 27. ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, യുവാക്കന്മാരെ. ധനികരോ ദരിദ്രരോ ആകട്ടെ, യുവാക്കന്മാരെ. ചോദ്യം 28. മകളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ബോവാസ് റൂത്തിനോട് എന്താണ് പറയുന്നത്? ഉത്തരം, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നഗരത്തിലെ തൻ്റെ പരിചയക്കാർക്കെല്ലാം എന്തറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. എത്രയളവും ബാർലിയാണ് റൂത്തിൻ്റെ മേലങ്കിയിലിട്ട് ബോവാസ് അവളുടെ തലയിൽ വെച്ച് കൊടുത്തത്? ഉത്തരം, 6 അളവ് ബാർലി. അമ്മായിയമ്മയുടെ അടുത്തേക്ക് എങ്ങനെ പോകേണ്ട എന്ന് പറഞ്ഞാണ് ബോവാസ് 6 അളവ് ബാർലി റൂത്തിന് കൊടുത്തത്? ഉത്തരം, വെറും കൈയോടെ. ചോദ്യം 32. ബോവാസ് നഗരവാതിക്കൽ ചെന്നപ്പോൾ അവിടെ വന്നതാരാണ്? ഉത്തരം, മുൻപ് പറഞ്ഞ ബന്ധു. ചോദ്യം 33. നഗരത്തിൽ നിന്ന് ആരെ കൂടിയാണ് ബോവാസ് വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം, ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി. ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി. ബോവാസ് തൻ്റെ ബന്ധുവിനോട് അറിയിക്കണമെന്ന് കരുതിയത് എന്താണ്? ഉത്തരം, മൊവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. ചോദ്യം 35. നയോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം ബന്ധു എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, റൂത്തിനെയും കൂടി സ്വീകരിക്കണം. ചോദ്യം 36. നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണമെന്ന് ബോവാസ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി. ചോദ്യം 37. മരിച്ചവന്റെ നാമം നിലനിർത്തേണ്ടത് ആരിലൂടെയാണ്? ഉത്തരം, അവകാശികളിലൂടെ. ചോദ്യം 38. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം, ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 39. ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ്. റൂത്ത് 4:7 പറയുന്ന നടപ്പെന്താണ്? ഉത്തരം, ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും കർത്താവ് ബോവാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെ പോലെ ആക്കട്ടെ എന്നാണ് ആശംസിച്ചത്? ഉത്തരം, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവർ ആരാണ്? ഉത്തരം, റാഹേൽ, ലേയ എന്നിവർ. ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും എന്തുപോലെയാകട്ടെ എന്നാണ് അവർ ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം, യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ. ചോദ്യം 42. നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, സ്ത്രീകൾ നവോമിയോട്. ആരേക്കാൾ വിലപ്പെട്ടവളാണ് റൂത്ത്? ഉത്തരം, 7 പുത്രന്മാരെക്കാൾ. ചോദ്യം 44. ദാവീദിന്റെ പിതാവായ ജസയുടെ പിതാവിന് ഓബദ് എന്ന് പേരിട്ടതാരാണ്? ഉത്തരം, അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 45. പേരസിന്റെ എത്ര പിൻതലമുറക്കാരെ കുറിച്ചാണ് റൂത്ത് 4:18 പറയുന്നത്? ഉത്തരം, 9. പേരസ് ആരുടെ പിതാവാണ്? ഉത്തരം, ഹെബ്രോന്റെ. ചോദ്യം 47. പേരസ് മുതൽ ദാവീദ് വരെയുള്ളവരെ തലമുറ ക്രമത്തിൽ പറയുക. പെരേസ്, ഹെബ്രോൻ, രാം, അമിനാദാബ്, നഹിഷോൻ, സൽമോൻ, ബോവാസ്, ഓബദ്, ജസേ, ദാവീദ്. പേരസ് മുതൽ ദാവീദ് വരെ എത്ര തലമുറകളാണുള്ളത്? ഉത്തരം, 10 തലമുറകൾ. ചോദ്യം 50. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, സന്തുഷ്ട. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, കയ്പ്, ദുഃഖം. കാല പെറുക്കുന്നതിനെ കുറിച്ച് പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, റൂത്ത് 2:2, ലേവ്യർ 19-ാം അധ്യായം 9-10 വാക്യങ്ങൾ, നിയമാവർത്തനം 24:19. മറ്റ് സമാന വാക്യങ്ങൾ: റൂത്ത് 4:7-8 വാക്യങ്ങൾ, നിയമാവർത്തനം 25:9. റൂത്ത് 4:10, നിയമാവർത്തനം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ. റൂത്ത് 4:12, ഉൽപ്പത്തി 36:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി.